നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. RSP UDFുമായി ചേർന്ന് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുകയായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ. RSPയുടെ നടപടി ആസൂത്രിതം. കല്ലടയാറ്റിൽ ഒറ്റക്കൽ ലുക്കൌട്ടിന് സമീപം കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാര സംഘത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മരിച്ചത് വർക്കല സ്വദേശി. വിസ വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ ചിതറ സ്വദേശിയെ പോലീസ് തെരയുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് 10ഓളം പേർ തട്ടിപ്പിനിരയായെന്ന് പരാതി. അഞ്ചൽ ആലഞ്ചേരിയിൽ വളർത്തുമൃഗങ്ങൾക്കു നേരെ അജ്ഞാത ജീവിയുടെ ആക്രമണം. നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതോടെ നാട്ടുകാർ ഭീതിയിൽ. വാർത്തകൾ വിശദമായി. കല്ലടയാറ്റിൽ ഒറ്റക്കൽ ലുക്കൌട്ടിന് സമീപം കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരി സംഘത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വർക്കല സ്വദേശിയാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത്. വർക്കല മനുലാൻഡിൽ 21 വയസ്സുകാരനായ എഡ്വേർഡാണ് മരിച്ചത്. ബന്ധുക്കൾക്കൊപ്പം കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങുന്നതിനിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തെന്മല ഒറ്റക്കൽ ഭാഗത്ത് ലുക്കൌട്ടിനോട് ചേർന്ന് കല്ലടയാറ്റിലായിരുന്നു സംഭവം. ഒഴുക്കിൽപ്പെട്ട യുവാവിനെ രക്ഷപ്പെടുത്താൻ ബന്ധുക്കൾ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും വനം വകുപ്പും സംയുക്തമായി ആറ്റിൽ തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്തിയില്ല. തിങ്കളാഴ്ചയും തുടർന്ന തിരച്ചിലിനൊടുവിൽ രാവിലെ 10 മണിയോടെ ലുക്കൌട്ടിന് 200 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ എഡ്വേർഡ് മാതാപിതാക്കൾക്കൊപ്പം കൽക്കട്ടയിൽ താമസിച്ചു വരികയായിരുന്നു. അവധിക്കാലത്ത് നാട്ടിലെത്തിയ യുവാവ് കൊല്ലം പട്ടംതാനത്തുള്ള ബന്ധുക്കൾക്കൊപ്പം വേളാങ്കണ്ണി സന്ദർശിച്ച് തിരികെ വരുന്ന വഴിക്കാണ് തെന്മല ഒറ്റക്കൽ ലുക്കൌട്ട് ഭാഗത്ത് കുളിക്കാനിറങ്ങിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് വീട് തീയിട്ട് നശിപ്പിച്ചതായി യുവതിയുടെ പരാതി. സംഭവശേഷം ഭർത്താവ് ഒളിവിൽ പോയി. ചിതറ കിഴക്കും ഭാഗത്താണ് സംഭവം. ചിതറ കിഴക്കുംഭാഗം വേങ്കാട്ടുകുഴി നൂറ മൻസിലിൽ 38-കാരനായ സുധീർ ഖാനെതിരെയാണ് പരാതി. ഭാര്യയെയും ഭാര്യാപിതാവിനെയും മർദ്ദിച്ച ശേഷം ഇയാൾ വീട് തീവച്ച് നശിപ്പിച്ചെന്നാണ് പരാതി. ഭാര്യ അനീസ ബീവി, മക്കളായ നൂറ ഫാത്തിമ, മുഹമ്മദ് എന്നിവർക്കെതിരെ ഇയാൾ വധഭീഷണി മുഴക്കിയതായും പരാതിയുണ്ട്. ചൊവ്വാഴ്ച നടന്ന കുടുംബവഴക്കിനെ തുടർന്നാണ് സംഭവങ്ങൾ. അനീസ ബീവിയെയും മക്കളെയും മർദ്ദിക്കുന്നത് കണ്ട് നാട്ടുകാർ ഇടപെട്ടതായും ഇതിനെ തുടർന്ന് ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടതായും ഇവർ പറയുന്നു. എന്നാൽ രാത്രിയോടെ വീണ്ടും എത്തിയ സുധീർ ഖാൻ വീട്ടുസാധനങ്ങൾ തല്ലിത്തകർക്കുകയും വീടിന് തീവയ്ക്കുകയുമായിരുന്നുവെന്ന് യുവതിയും ബന്ധുക്കളും ആരോപിച്ചു. ഒരുപാട് മദ്യപിക്കുകയും കഞ്ചാവ് യൂസ് ചെയ്യുകയും ചീട്ട് കളിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാ സത്യങ്ങളും അറിയുന്നത്. ആളിന് മോഷണ കേസിൽ പല കേസിലും പ്രതിയായിരുന്നു. ഷീറ്റ് മോഷണമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോഴതിനൊക്കെ ഞാൻ എതിരായിരുന്നു. അതിന് പണ്ടുള്ള കാര്യം എനിക്ക് അറിയേണ്ട, എന്നെ കിട്ടിയതിന് ശേഷമുള്ള കാര്യം എനിക്ക് അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനാക്കി എടുക്കാൻ 8.5 വർഷവും ഞാൻ ശ്രമിച്ചു. അതിനുശേഷം ഞാനും എൻ്റെ മക്കളെയും എൻ്റെ വാപ്പായും എല്ലാവരും കൂടെ നാട്ടുകാർ ചേർന്ന് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുകയാണ് ചെയ്തത്. പിറ്റേന്ന് രാവിലെ 7 മണിയോട് കൂടി അയൽവാസിയായ ഒരു ആളപ്പുറത്ത് വിളിച്ച് പറഞ്ഞു, നിന്റെ വീടെല്ലാം വന്ന് അടിച്ചു പൊട്ടിച്ച് തകർത്ത് തീ കത്തി നിൽക്കുന്ന രംഗം കാണുന്ന മോളെ എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ എൻ്റെ കുട്ടികളും ഓടി വന്നപ്പോൾ കാണുന്ന രംഗം ഇതാണ്. വീട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഏകദേശം 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇയാൾ വിവിധ കേസുകളിലെ പ്രതിയാണെന്നും ആരോപണമുണ്ട്. സ്ത്രീധന പീഡനത്തിനെതിരെ യുവതി നൽകിയ കേസ് നിലവിലുണ്ട്. ഇതിനിടെയാണ് പുതിയ സംഭവങ്ങൾ. ഭർതൃഗൃഹത്തിൽ വെച്ച് പീഡനമേറ്റതിനെ തുടർന്നാണ് ഇവർ ഇവിടെ വീട് വെച്ച് താമസമായതെന്ന് പറയുന്നു. ഇതിനുശേഷവും പീഡനമുണ്ടായതായും യുവതി വ്യക്തമാക്കി. കടക്കൽ SI, CI, DYSP എന്നിവർക്ക് യുവതിയും ബന്ധുക്കളും ചേർന്ന് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. RSP UDFുമായി ചേർന്ന് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുകയായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ. പത്തനാപുരത്ത് ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. RSPയുടെ രാഷ്ട്രീയ മുന്നണി മാറ്റം കേവലം ഒരു സീറ്റ് പ്രശ്നമാണ് എന്ന് കാണുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഏതൊരാളിനും മുൻകൂട്ടി ആലോചിച്ച് നടപ്പാക്കിയ ഒരു രാഷ്ട്രീയ കുതിരക്കച്ചവടം തന്നെയാണിത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 7-ാം തീയതിയാണ് മുന്നണി ചർച്ച LDF ആരംഭിക്കുന്നത്. മുന്നണി വിട്ട് UDFിൽ ചേരുന്നു എന്ന പ്രഖ്യാപനം RSP നേതൃത്വം നടത്തിയത് 8-ാം തീയതിയാണ്. 16-ാം തീയതി മാത്രമാണ് നോമിനേഷൻ കൊടുക്കാനുള്ള തീയതി ഉണ്ടായിരുന്നത്. അവസാന നിമിഷം വരെ പരിശ്രമിച്ചിട്ട് ഗത്യന്തരമില്ലാതെ ഒരു തീരുമാനമെടുത്തു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് അപ്പുറത്ത് പോവുകയാണ് ചെയ്തത്. ഇത് ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിലും ഇത് ഒരു നിസ്സഹായാവസ്ഥയിൽ സ്വീകരിച്ച ഒരു നിലനിൽപ്പിന് വേണ്ടി സ്വീകരിച്ച ഒരു നിലപാടാണെന്നാണ് പ്രേമചന്ദ്രൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ പഴയ MP പീതാംബരക്കുറുപ്പ് ഈ ചർച്ച മുൻകൂട്ടി തന്നെ നടന്നിരുന്നു. ആ നിലയിൽ മുൻകൂട്ടി ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് വിട്ടുകൊടുത്തത് എന്ന കാര്യം തുറന്നു പറയാൻ തയ്യാറായി. UDF നേതൃത്വമൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും
അത് സത്യസന്ധമായ ഒരു പ്രസ്താവനയായിട്ടാണ് ജനം നാട്ടുകാർ കണ്ടത് എന്ന് മാത്രമല്ല പീതാംബരക്കുറുപ്പ് അത് നിഷേധിച്ചതുമില്ല. അതിനൊക്കെ ശേഷം ഇപ്പോ മുന്നണി പ്രവേശനത്തിന്റെ ഭാഗമായി UDF-ൽ നിന്ന് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒരു ഘടകകക്ഷി എന്ന നിലയിൽ RSP അവകാശപ്പെടുകയാണ്. അതെല്ലാം മുന്നണി ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിക്കും എന്ന് അസീസ് പറഞ്ഞു. ഒരു മുന്നണി ഘടകകക്ഷി എന്ന നിലയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നണി മന്ത്രിസഭാ പുനഃസംഘടനയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവരുമായി ചർച്ച ചെയ്യും എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഇതെല്ലാം കേവലം ഒരു സാന്ദർഭികമായി ഉണ്ടായ ഒരു ചർച്ച എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല, വളരെ ആസൂത്രിതമാണ്. എന്ന് മാത്രമല്ല ഇപ്പോ ദേശീയ തലത്തിൽ തന്നെ RSPയുടെ നേതൃത്വം കേരളത്തിലെ ഈ നിലപാടിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. കാരണം ദേശീയ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന RSP നേതൃത്വത്തിന് കേരളത്തിലെ ഈ നിലപാട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിസ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ ചിതറ സ്വദേശിയെ പോലീസ് തെരയുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 10ഓളം പേർ തട്ടിപ്പിനിരയായെന്ന പരാതിയുമായി ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. ചിതറ കിഴക്കും ഭാഗം തടത്തരികത്ത് വീട്ടിൽ ശങ്കറിനെയാണ് പോലീസ് തിരയുന്നത്. ഒമാനിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായ ആലപ്പുഴ സ്വദേശി അനന്തു, പാലക്കാട് സ്വദേശി കൃഷ്ണൻകുട്ടി, തൃശൂർ സ്വദേശി സോമൻ, മലപ്പുറം സ്വദേശികളായ റൌഫ്, നജീബ്, അജയ്കുമാർ എന്നിവരാണ് കടയ്ക്കൽ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. വിദേശത്തേക്ക് പോകാനുള്ള വൈദ്യപരിശോധന ഉൾപ്പെടെ കഴിഞ്ഞു. നാളുകൾ ഏറെയായിട്ടും വിസ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ മുങ്ങിയതായി അറിഞ്ഞു. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഇയാൾ പലരിൽ നിന്നായി വാങ്ങിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മാലിന്യവാഹിയായ വെട്ടിപ്പുഴ തോടിന് ശാപമോക്ഷമാകുന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ചുള്ള തോട് നവീകരണ പദ്ധതി അടുത്ത മാസം 14-ന് തുടങ്ങുമെന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ S. ബിജു അറിയിച്ചു. കല്ലടയാറിന്റെ കൈവഴിയായ വെട്ടിപ്പുഴ തോട് വർഷങ്ങളായി നഗരത്തിലെ മാലിന്യവാഹിനിയായാണ് കല്ലടയാറ്റിൽ പതിക്കുന്നത്. തോട് നവീകരണ പദ്ധതി നടപ്പാവുന്നതോടെ കല്ലടയാറ്റിലെ മാലിന്യ നിക്ഷേപത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വാട്ടർഷെഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ തോട് നവീകരണമടക്കമുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വെട്ടിപ്പുഴ തോട് നവീകരണത്തിനൊപ്പം കലയനാട് തോട് നവീകരണവും വിളക്കുവട്ടം LP സ്കൂളിൽ ഫെറോ സിമന്റ് ടാങ്ക് നിർമ്മാണവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി ബെനിഫിഷ്യറി കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. തോട് നവീകരണത്തിന് റീച്ചുകൾ തിരിച്ച് എഗ്രിമെന്റും വാട്ടർ ലെവൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കാലതാമസം നേരിടുന്നത്. മെയ് 14-ന് നവീകരണം ആരംഭിക്കുമെന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ S. ബിജു ലൈവ് വാർത്തയോട് പറഞ്ഞു. വാട്ടർഷെഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനലൂരിൽ 3 വർക്കുകളാണ് പ്രധാനമായി തീരുമാനിച്ചിട്ടുള്ളത്. വിളക്കോട്ടം LP സ്കൂളിൽ ഒരു ഫെറോ സിമന്റ് ടാങ്ക്, അതുപോലെ കലയനാട് തോടിന്റെ ശുചീകരണം, വെട്ടിപ്പുഴ തോടിന്റെ ശുചീകരണം. ഇതുമായി ബന്ധപ്പെട്ട ബെനിഫിഷ്യറി കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചു. ഓരോ റീച്ചും തിരിച്ച് എഗ്രിമെന്റ് വെച്ചു. വാട്ടർ ലെവൽ അടക്കമുള്ള കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. അതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മെയ് മാസം 14-ാം തീയതി കഴിഞ്ഞ് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ കേരളത്തിൽ ഇളവ് നൽകും എന്ന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇളവ് നൽകുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെയും, അതല്ലെങ്കിൽ മെയ് മാസം 14-ന് ശേഷവും ബാക്കി നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ വെട്ടിപ്പുഴ തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ ഉണക്ക് കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. കല്ലനാട് തോടിന്റെയും അതുപോലെ വിളക്കോട്ടത്തെ ഫെറോ സിമന്റ് ടാങ്കിന്റെ നിർമ്മാണവും ഈ 1 മാസത്തിനകത്ത് പൂർത്തീകരിക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ആലഞ്ചേരിയിൽ വളർത്തുമൃഗങ്ങൾക്കു നേരെ അജ്ഞാത ജീവിയുടെ ആക്രമണം. നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ആലഞ്ചേരി മണ്ണുവയലിൽ പ്രദേശത്താണ് അജ്ഞാത ജീവി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത്. പുലിയോ ചെന്നായയോ ആയിരിക്കാമെന്ന നിഗമനത്തിലാണ് പ്രദേശവാസികൾ. നിരവധി വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങിയതോടെ സ്ഥലവാസികൾ ആശങ്കയിലാണ്. സ്ഥലവാസി വടാനയിൽ ഹൌസിൽ VM കുര്യന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 3 ആടുകളെ ശനിയാഴ്ച രാത്രി അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നിരുന്നു. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പാതിരാ കുർബാനയിൽ പങ്കെടുത്ത ശേഷം പുലർച്ചെ വീട്ടിലെത്തുമ്പോൾ ആടുകൾ ചത്ത നിലയിലായിരുന്നു. കഴുത്തിന് മുറിവേറ്റ് വളർത്തുമൃഗങ്ങൾ ചത്തിട്ടുണ്ടെങ്കിലും ഇവയുടെ മാംസം ഭക്ഷിക്കാതെ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. പ്രദേശത്തെ നിരവധി വീടുകളിലെ വളർത്തുമൃഗങ്ങളും സമാന രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങിയതോടെ രാത്രികാലത്ത് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭീതിയിലാണ് നാട്ടുകാർ. സംഭവശേഷം കുട്ടികളെ പുറത്തിറക്കാൻ പോലും ഭയമാണെന്ന് പ്രദേശത്തെ വീട്ടമ്മമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. വന്യജീവികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ ഈ ഏരിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കും പുറത്തോട്ടിറങ്ങി നടക്കാൻ വയ്യാത്ത സാഹചര്യം. സംഭവം വനപാലകരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും വളർത്തുമൃഗങ്ങളെ പതിയിരുന്ന് ആക്രമിക്കുന്ന ജീവിയെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ പുളിമരം മഴയിൽ കടപുഴകി. മരത്തിന് ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി.
തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ബസ് സ്റ്റാൻഡിന് തണലേകിയിരുന്ന പുളിമരം കടപുഴകിയത്. ചാറ്റൽ മഴയത്താണ് മരം വീണത്. വേരുകൾ ആഴ്ന്നിറങ്ങാൻ മണ്ണില്ലാതിരുന്നതാണ് മരം കടപുഴകാൻ കാരണം. സാധാരണ 5 മണിക്ക് ശേഷം ഈ മരത്തിന് ചുവട്ടിൽ ബൈക്കുകളും ബസ്സും പാർക്ക് ചെയ്യുക പതിവാണ്. എന്നാൽ തിങ്കളാഴ്ച മരത്തിന്റെ ചുവട്ടിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജീവിതവും വിദ്യാഭ്യാസവും വഴിമുട്ടിയ ബിരുദ വിദ്യാർത്ഥിയും കുടുംബവും സന്മനസ്സുള്ളവരുടെ സഹായം തേടുന്നു. അച്ഛനും അമ്മയും കിടപ്പിലായതോടെ ജീവിതം ഇരുട്ടിലായ ദേവി എന്ന കഴുതുരുട്ടി സ്വദേശിനിയാണ് കനിവുള്ളവരുടെ കരുണ തേടുന്നത്. തെന്മല 3 കണ്ടറ പാലത്തിന് സമീപം റോഡ് പുറമ്പോക്കിൽ ചെമ്പകം വീട്ടിൽ ദേവി എന്ന സാധു പെൺകുട്ടിയെ ദേവന്മാരും ദേവിമാരും കൈയൊഴിഞ്ഞ മട്ടാണ്. അപകടത്തിൽ കാലു നഷ്ടപ്പെട്ട അച്ഛനും കാൽമുട്ട് തേയ്മാനം വന്ന് കാലുവളഞ്ഞ് നടക്കാൻ സാധിക്കാത്ത അമ്മയും. ഇരുവരുടെയും ചുമതല ഏറ്റിരിക്കുന്നതിനാൽ ജീവിതവും വിദ്യാഭ്യാസവും ഈ പെൺകുട്ടിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. 2001 വാഹനാപകടത്തിൽ അച്ഛൻ രാമചന്ദ്രന്റെ കാൽ ഒടിഞ്ഞത് കുടുംബത്തെ സാരമായി ബാധിച്ചെങ്കിലും അമ്മ ചെമ്പകവല്ലി കാട്ടിൽ നിന്ന് വിറകുടിച്ചും കൂലിപ്പണി ചെയ്തും കുടുംബം പോറ്റി. എന്നാൽ അടുത്ത കാലത്ത് മുട്ടിന് തേയ്മാനം വന്ന് കാലുമടങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ചെമ്പകവല്ലി ഇരിപ്പായതോടെ ദേവി വിധിയുടെ ക്രൂരവിനോദത്തിന് ഇരയായി കഴിഞ്ഞിരുന്നു. കാല് നടക്കാൻ പറ്റത്തില്ല, കാല് വേദന കൊണ്ട് ജീവിക്കാനൊന്നും ഒരു ജോലിക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. മോടെ അച്ഛനും സുഖമില്ല, അതും ഒരു ആക്സിഡന്റ് പറ്റി കാല് ബുദ്ധിമുട്ടാണ് നടക്കാൻ. 2 കച്ചസ് വെച്ചാൽ നടക്കുന്നത്. പുനലൂർ SN കോളേജിൽ BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ഈ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം ഇതോടെ വഴിമുട്ടി. പഠിക്കാൻ ദേവി മിടുക്കിയായിരുന്നു എന്നതാണ് മാതാപിതാക്കളെ കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുന്നത്. പഠിപ്പിക്കാനായിട്ട് നിവൃത്തിയൊന്നുമില്ല. അത് പിന്നെ ഈ കച്ചവടം കൊണ്ടുള്ള പൈസയിൽ പഠിപ്പിക്കുക. നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാ, അതിനെ പഠിപ്പിക്കണം. പിന്നെ കാലിൻ്റെ ഓപ്പറേഷനുള്ള കാശ് വേണം. 1 ലക്ഷം രൂപ ആകുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതിന് നിവൃത്തിയില്ലാത്തവരാ. കഴുതുരുട്ടിയിലുള്ള ഒരു ചായക്കടയിൽ പലഹാരമുണ്ടാക്കി നൽകിയാണ് ഇപ്പോൾ ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. ഇപ്പം നമ്മൾ ഒരു ഇച്ചിരി പലഹാരം ഉണ്ടാക്കിയില്ല, കടകളിലൊക്കെ കൊടുത്തു. ഇല്ല, സർക്കാർ 1 രൂപയുടെ അരി തന്നിട്ടുണ്ട്, അത് മേടിച്ച് കഞ്ഞി വെച്ചൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. ആൺപിള്ളേരാണെങ്കിൽ കിടക്കടമെങ്കിലും വിറ്റെങ്കിലും നോക്കാമെന്ന് വയ്ക്കാം. പെൺകുഞ്ഞിന് എന്ത് ചെയ്യുന്നൊക്കെ നാളെ വരുന്നവരെന്തെങ്കിലും ചോദിച്ചാൽ കിടക്കടമെങ്കിലും കാണിച്ചെങ്കിലും അതിനെ കഴിക്കണ്ടേ. ആ ഒരു എന്തെങ്കിലും കൊണ്ട് നമ്മൾ മറ്റൊന്നിനും പോയില്ല. ഇവിടെ നേതാക്കന്മാരും സഹാക്കളും ഒക്കെ ഉണ്ട്, എങ്കിലും അവരൊന്നും ഒരു സഹായമോ ഒന്നും നമുക്ക് ഇതുവരെയും ചെയ്തില്ല. ബിരുദ പഠനം കഴിഞ്ഞാൽ മകളെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ അമ്മയുടെ കാലിന് ശസ്ത്രക്രിയ നടത്താൻ പണം കണ്ടെത്തിയാൽ മതി എന്ന ആഗ്രഹത്തിലാണ് ദേവി. വീടെന്ന് പറയാൻ പോലും കഴിയാത്ത ഈ കൂരയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ കുടുംബത്തിന് ഒരു സഹായഹസ്തവും ഇതുവരെ ലഭിച്ചിട്ടില്ല. പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ ഇതിൽ കൊടുത്തായിരുന്നു, കാരുണ്യയിൽ കൊടുത്തായിരുന്നു. അത് ഈ കാലിൻ്റെ മുട്ടിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് മെമ്പറോടൊക്കെ പറഞ്ഞ് അവരാരും പാർട്ടി സംബന്ധമായിട്ട് ആരും ഒന്നും ഇതുവരെയും ആരും ഒന്നും നോക്കിയിട്ടില്ല. നാട്ടുകാരും ഈ തമ്മല പഞ്ചായത്തിൽ നിന്ന് ഒരു മനുഷ്യർ പോലും ഒന്നും ചോദിച്ചിട്ടില്ല. ഇനി അയലത്തുള്ളവരൊക്കെ ഒന്നുമില്ല സഹായമൊക്കെ ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. സന്മനസ്സുള്ള ആരെങ്കിലും സഹായിക്കാനായി മുന്നോട്ട് വരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ നിർധന കുടുംബം. അല്ല, ഒരു നിവൃത്തിയില്ല, കടപ്പാടവും ഇല്ല, മേഞ്ഞു കെട്ടാനോ ഒന്നിനും ഒരു നിവൃത്തിയില്ല. അങ്ങനെ കിടക്കുക. ആരെങ്കിലും ഒരു സഹായം ചെയ്തെങ്കിൽ. ന്യൂസ് ബ്യൂറോ, തെന്മല. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്ന വികസന പദ്ധതികൾക്കാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രാധാന്യം നൽകുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ പറഞ്ഞു. മറ്റെല്ലാ പരിപാടികളേക്കാൾ ഉപരിയായി കുടിവെള്ള പദ്ധതികൾക്ക് തെന്മല പഞ്ചായത്തിൽ മുൻഗണന നൽകുന്നുള്ളതാണ്. അത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾ നിലവിൽ ജലസ്രോതസ്സുകളുണ്ടെങ്കിൽ, സ്ഥലം ലഭ്യമാകുന്നുവെങ്കിൽ ആ ജലസ്രോതസ്സിൽ നിന്നും വെള്ളം ടാങ്കിലേക്ക് കൊണ്ടുവരുവാനോ അങ്ങനെ ടാങ്കിൽ നിന്നും മുഴുവൻ ആ ഒരു മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയായിരുന്നു ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. പല മേഖലകളിലും വനത്തിൽ നിന്നും യഥാർത്ഥത്തിൽ വെള്ളം നമ്മൾ ഓസിട്ടും അതല്ലാതെ ഇതുള്ള പൈപ്പുകളിലിട്ടും ടാങ്കുകളിലേക്ക് പിടിച്ചാൽ ടാങ്കുകളിൽ നിന്ന് കണക്ഷൻ കൊടുത്ത് നമുക്ക് പല മേഖലയിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തൊക്കെയുള്ള മേഖലയിൽ അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. തെന്മല പഞ്ചായത്തിൽ 17 കുടിവെള്ള പദ്ധതികൾ അത്തരത്തിൽ ആരംഭിക്കുവാൻ നമുക്ക് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. പക്ഷേ നമുക്ക് കഴിഞ്ഞ വർഷം വരെ 7 കുടിവെള്ള പദ്ധതികളാണ് തെന്മല പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് 10 പദ്ധതികളുടെ ലക്ഷക്കണക്കിന് രൂപ നിർവഹിച്ച് പണി പൂർത്തീകരിച്ച ഇത്തരം കുടിവെള്ള പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം നൽകാൻ കഴിയാത്ത സാഹചര്യം പഞ്ചായത്ത് ഭരണസമിതി ഗൗരവപൂർവ്വമായി ചർച്ച ചെയ്തു.
സ്വാഭാവികമായും ഏതാണ്ട് 10 കുടിവെള്ള പദ്ധതികൾ മെയിൻ്റെനൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് വേണ്ടത്. ഏതാണ്ട് 1 കോടിയോളം രൂപ ഈ കുടിവെള്ള പദ്ധതികൾ മെയിൻ്റെനൻസ് ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കുന്നതിനായി കണ്ടെത്തുന്നതായിട്ടുണ്ട്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ നവീകരിച്ച ടാങ്കിന്റെയും പൈപ്പ് ലൈനുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായത്. എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. പ്രദേശത്ത് അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വാർഡ് മെമ്പറുടെ ശ്രമഫലമായാണ് പദ്ധതിയുടെ പുനരുദ്ധാരണം യാഥാർത്ഥ്യമായത്. 5 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി ചെലവഴിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ വാർഡ് മെമ്പർ കെ സുരേന്ദ്രൻ അധ്യക്ഷനായി. മുൻ വാർഡംഗം ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം, A നൌഷാദ്, ഗണപതി, PN സുധാകരൻ, ലിസി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഔഷധി ഗോഡൌൺ നിർമ്മാണം പത്തനാപുരത്ത് പുരോഗമിക്കുന്നു. വനംവകുപ്പിന്റെ അധീനതയിലുള്ള ഡിപ്പോ വക സ്ഥലത്താണ് ഗോഡൌൺ നിർമ്മാണം. സർക്കാർ അധീനതയിലുള്ള ഔഷധി ആയുർവേദ ഉത്പന്നങ്ങളുടെ ഗോഡൌൺ പത്തനാപുരം ടൌണിനോട് ചേർന്നുള്ള ഫോറസ്റ്റ് ഡിപ്പോയുടെ സ്ഥലത്ത് ആരംഭം കുറിക്കുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. സ്ഥലം MLA KB ഗണേഷ് കുമാറിന്റെ ശ്രമഫലമായാണ് ഇവിടെ ഔഷധിയുടെ ഗോഡൌൺ യാഥാർത്ഥ്യമാകുന്നത്. ആയുർവേദ നിർമ്മാണ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഔഷധി. ഗോഡൌൺ പത്തനാപുരത്ത് വരുന്നതോടെ തെക്കൻ ജില്ലകളുടെ മരുന്ന് വിതരണ കേന്ദ്രമായി പത്തനാപുരം സബ് സെന്റർ മാറുമെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സർക്കാർ ആശുപത്രികൾക്കും ഡിസ്പെൻസറികൾക്കും അംഗീകൃത ഡീലർമാർക്കും ഈ കേന്ദ്രം ഗുണകരമാകും. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം 2013 ഒക്ടോബർ 7 ഔഷധി ചെയർമാൻ ജോണി നെല്ലൂരിന്റെ അധ്യക്ഷതയിൽ KB ഗണേഷ് കുമാർ MLA ആണ് നിർവഹിച്ചത്. നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നഗരത്തിരക്കിൽപ്പെടാതെ വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള എളുപ്പമാർഗമാണ് പുനലൂർ MLA റോഡ്. എന്നാൽ എളുപ്പമാർഗം തേടി ഇതുവഴി കടന്നുവന്നാൽ നഗരത്തിലെ തിരക്കിനേക്കാൾ ദുരിതമാകും ഇവിടെ വാഹനയാത്രക്കാരെ കാത്തിരിക്കുക. പുനലൂർ ബ്യൂറോയുടെ റിപ്പോർട്ട്. പുനലൂർ നഗരസഭയിലെ തിരക്കേറിയ റോഡുകളിലൊന്നാണ് MLA റോഡ്. നഗരത്തിരക്കിൽപ്പെടാതെ വാഹനയാത്രികർക്ക് ചെമ്മന്തൂരിൽ നിന്നും KSRTC ജംഗ്ഷനിലേക്കും തിരിച്ചും എത്തിച്ചേരാനുള്ള എളുപ്പമാർഗമായാണ് ഇത് ഉപയോഗിക്കുന്നത്. നഗരസഭയിലെ മറ്റ് റോഡുകൾ റീടാറിംഗ് നടത്തിയെങ്കിലും ഗതാഗതക്കുരുക്കുള്ള MLA റോഡിന്റെ നവീകരണം നടത്താത്തത് വാഹനയാത്രികർക്ക് ദുരിതമുണ്ടാക്കുകയാണ്. റോഡ് പുനർനിർമ്മാണത്തിന് മെറ്റലുകളടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ റോഡരികിൽ ഇറക്കിയിട്ടുണ്ടെങ്കിലും നിർമ്മാണം തുടങ്ങാൻ ഇനിയും സാധിച്ചിട്ടില്ല. റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന് ഗതാഗതം താറുമാറായതോടെ ഇരുചക്ര വാഹനയാത്രികർക്കോ കാൽനടയാത്രികർക്കോ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ടാറിങ്ങിനായി വീതി കുറഞ്ഞ റോഡിന്റെ വശങ്ങളിൽ ഇറക്കിയിട്ട മെറ്റലുകൾ റോഡിലേക്ക് വ്യാപിച്ച് വാഹനയാത്രികർക്ക് അപകട ഭീഷണിയുണ്ടാക്കുന്നുണ്ട്. ഇക്കാരണത്താൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. MLA റോഡിലെ റീടാറിംഗ് ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സനൽകുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റിലും അതിന്റെ ചിപ്സ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഈ റോഡിൽ ഇറക്കിയിട്ടുണ്ട്. ഇത് മുഖേന കാൽനടക്കാർക്ക് പോലും ദുസ്സഹമായ സാഹചര്യമാണ്. വഴിയാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ടൂ വീലറുമായിട്ട് പോകുന്നവർ നിരന്തരം അപകടത്തിൽപ്പെടുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് മുന്നോട്ട് വരും. ഉടൻ തന്നെ ഈ വർക്കുകൾ തുടങ്ങണം. വകുപ്പ് മന്ത്രിക്കും വകുപ്പ് തല ഉദ്യോഗസ്ഥർക്കും എതിരെ ഞങ്ങൾ ശക്തമായ സമരപരിപാടികൾക്ക് മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടമുളയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാലയും വർണ്ണാഭമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ദേവസ്വം ബോർഡ് മെമ്പർ സുഭാഷ് വാസു പൊങ്കാല മഹോത്സവത്തിന് തിരിതെളിച്ചു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ പൊങ്കാലയർപ്പിക്കാനെത്തിയിരുന്നു. 18 വെള്ളിയാഴ്ചയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ടായിരുന്നു വർണ്ണാഭമായ എഴുന്നള്ളത്ത് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. താലപ്പൊലി, മുത്തുക്കുട, പഞ്ചവാദ്യം, ചെണ്ടമേളങ്ങൾ, ശിങ്കാരിമേളം, തെയ്യം, തിറ, പടയണി, പൂക്കാവടി, നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാർ, വിവിധ ഫ്ലോട്ടുകൾ തുടങ്ങിയവ ഘോഷയാത്രയിൽ അകമ്പടി സേവിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. RSP UDFുമായി ചേർന്ന് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുകയായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ. RSPയുടെ നടപടി ആസൂത്രിതം. കല്ലടയാറ്റിൽ ഒറ്റക്കൽ ലുക്കൌട്ടിന് സമീപം കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാര സംഘത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മരിച്ചത് വർക്കല സ്വദേശി. വിസ വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ ചിതറ സ്വദേശിയെ പോലീസ് തെരയുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് 10ഓളം പേർ തട്ടിപ്പിനിരയായെന്ന് പരാതി.
അഞ്ചൽ ആലഞ്ചേരിയിൽ വളർത്തുമൃഗങ്ങൾക്കു നേരെ അജ്ഞാത ജീവിയുടെ ആക്രമണം. നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതോടെ നാട്ടുകാർ ഭീതിയിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.